മഴ തോരും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന വീട്ടിലെല്ലാവരെയും കൂട്ടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യമെന്തെന്നാൽ ബാലചന്ദ്രൻ പറയുന്നതെല്ലാം കേട്ടിട്ട് ഒരു സങ്കടവും ഒരു വശത്തുണ്ട്. എന്നാൽ മറുവശത്താണെങ്കിൽ അമ്മയോടുള്ള സ്നേഹവും അലീനയ്ക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. ആരുമില്ലായിരുന്ന തനിക്ക് ഇപ്പോൾ എല്ലാവരെയും കിട്ടിയിരിക്കുന്നു. പക്ഷേ അമ്മയാണെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന ഒരു വിഷമം മാത്രമേ അലീനയ്ക്ക് ഇപ്പോഴുള്ളൂ. എന്നാൽ ബാലചന്ദ്രനാകട്ടെ എന്നെ ചതിച്ചവൾ, പിന്നെ കുടുംബത്തോടെ എന്നെ തകർത്തവരാണ് നിങ്ങളെല്ലാവരും ഒന്ന് വിശ്വസിക്കുന്നു. വൈജയന്തിയെയും വീട്ടുകാരെയും എല്ലാം മറച്ചു വെച്ച് ഒരു കുട്ടിയുണ്ടെന്ന കാര്യം പോലും മറച്ചു വെച്ച് കല്യാണം നടത്തിയതാ അവർ. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കാതെയായിരുന്ന ഒരു പൊട്ടനെ പോലെ ഇത്രയും നാൾ താനായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ വിഷമത്തിലാക്കിയാണ് ബാലചന്ദ്രനെ. എന്നാൽ ഏത് തരത്തിലായിരുന്നാലും ഇനി ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ ശിവനും രാജീവനൊക്കെ തീരുമാനിക്കുകയാണ് ഇനിയാണെങ്കിൽ ആ വീട്ടിൽ തന്നെ അലീന അവിടെ താമസിക്കുകയും അതുപോലെ തന്നെ അവർ മക്കളിവിടെ നിൽക്കുകയില്ലേ, അവരെ അങ്ങോട്ട് പറഞ്ഞയക്കുക എന്ന ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ. എന്നാൽ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇനി പോകത്തില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളെ വീട്ടിലാണ് നിങ്ങൾ പോവേണ്ടത്, ഈ നിങ്ങളെ വീടല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ പോകാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ രാജീവിൻ്റെ ഭാര്യ പറയുകയാണ്, എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ പോവേണ്ട ആവശ്യമില്ല. ആ വീട്ടിൽ അലീന നിൽക്കുന്നത് കാലം നമുക്കവിടെ ഒരു ബന്ധവും ആരുമില്ല എന്ന് എന്നെ ചിന്തിച്ചോണം. അതുമാത്രമല്ല വൈജയന്തി തിരിച്ച് വരുമ്പോഴത്തേക്കും അവൾ ആ വീട്ടിൽ കാണില്ല. കാര്യം എന്താ വെച്ചാൽ അവളും അലീനയും വൈജയന്തിയും ഒരുമിച്ച് പോവത്തുമില്ല, വേറെ ഏതെങ്കിലും വീട്ടിൽ താമസിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് മാറാനാണ് ഉത്തമം എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇവരൊക്കെ പറയും പോലെ അല്ലല്ലോ, വൈജയന്തിക്ക് ഇപ്പോഴും കടുത്ത തീരുമാനമുണ്ട്. ഇനി ആ വീട്ടിൽ പോകില്ല. അതുമാത്രമല്ല അലീനയുള്ള വീട്ടിൽ പോകില്ല എന്ന് തീരുമാനിച്ച ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഇനി അവിടെ പോകില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ആ വീട്ടിൽ പോകണ്ട എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നു. അലീനയാണെങ്കിൽ എന്തായാലും ആ വീട്ടിൽ തന്നെ ഇപ്പോൾ നിൽക്കുക എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്ത് പറയാം, ആദ്യം മുത്തശ്ശി എന്താ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പറയാം എന്നും പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് പോവുകയാണ് മനു പറയുന്നുണ്ട്, എന്തായാലും അലീനയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ മുത്തശ്ശി അറിഞ്ഞല്ലോ, എന്താ അഭിപ്രായം എന്ന് പറയുന്നുണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെ കളഞ്ഞു വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഏതോ ഒരു സ്വപ്നം കണ്ടതുപോലെ തോന്നുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിയ ബാലചന്ദ്രൻ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ വെറുക്കുകയും ചെയ്യുന്നുണ്ട്. ഗംഗാധരൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെ മുത്തശ്ശി വീണ്ടും പറയുന്നുണ്ട്, ഇപ്പോൾ നേരത്തെയാണെങ്കിൽ വേലക്കാരിയായിരുന്നവളല്ലേ, ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, വീട്ടിലെ ഒരു കാരണവരായി തീർന്നില്ലേ, ആ ഒരു സ്ഥാനത്തേക്കല്ലേ വന്നിരിക്കുന്നത് ഇപ്പോൾ എന്നും പറയുന്നുണ്ട്. ഏതായാലും വൈജയന്തിയെ പേടിച്ച് നിന്ന ബാലചന്ദ്രൻ വരെ ഇപ്പോൾ ഒരു ധൈര്യം കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അലീന ഇപ്പോൾ ആ വീട്ടിലെ ഒരു അംഗത്വമായില്ലേ, ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാലും ഇങ്ങനെയാണെന്ന് ആരും വിചാരിച്ചതുമില്ലല്ലോ എന്നും പറയുന്നുണ്ട്. നീ ഇനി ആരെ ആശ്വസിപ്പിക്കും, ഇനി അലീനയെ കണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മനു പറഞ്ഞു, ഞാൻ കണ്ടിരുന്നു അലീനയ്ക്ക് വളരെ വിഷമമുണ്ട് വൈജയന്തി ഹോസ്പിറ്റലായാൽ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മുത്തശ്ശിക്ക് എല്ലാം കേട്ട് ഒരു അമ്പരപ്പും അതുപോലെ തന്നെ വിഷമവും എല്ലാം കൂടെയാണ് ഉള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത വൈജയന്തിക്ക് അലീനയെ. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ് ഇനി വരുമ്പോൾ പ്രതികരിക്കുമെന്ന് അറിയില്ല എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അങ്ങനെ രാജീവിൻ്റെ ഭാര്യ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ ആ വീട്ടിൽ പോവേണ്ട കാര്യമില്ല, അവർ വന്നിട്ട് വേറെ വീടെടുത്ത് താമസമാക്കാം, ആ വീട്ടിൽ അലീനയുണ്ടെങ്കിൽ പോവാനേ പാടില്ല എന്നും പറയുന്നുണ്ട്. ഗംഗാധരനാണെങ്കിൽ രാജീവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് അനിയത്തിക്ക് സംഭവിച്ച ഈ കാര്യങ്ങൾ ഇത്രയും കാലം നമുക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. എന്നാലും ഇത് ബാലചന്ദ്രൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. എന്തായിരിക്കും വൈജയന്തി ഇനി തിരിച്ചു വരുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അവൾ സുഖമായിട്ട് വരുമ്പോഴത്തേക്കും അവളുടെ ആ ഒരു പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കത് അനുസരിക്കാനും പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോഴേ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത് ബാലചന്ദ്രനായിട്ട് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് ഇനിയുള്ളത് എന്നും ഗംഗാധരൻ പറയുന്നുണ്ട്. എന്തായാലും ഏത് നിമിഷവും എന്തും സംഭവിക്കാം. കാര്യമെന്തെന്നാൽ മക്കളാണെങ്കിൽ അംഗീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. വൈജയന്തിയുടെ എല്ലാ വാശിയും ദേഷ്യവും എല്ലാം അതുപോലെ തന്നെ മക്കൾക്കും ഉണ്ടല്ലോ എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്.